ദാമ്പത്യ ജീവിതത്തിൽ സ്ത്രീകൾ അടിമയാണെന്നും ഇരയാണെന്നും വിമർശിക്കുന്നവരുണ്ട്. അതിനാൽ തന്നെ വിവാഹത്തോട് എതിർപ്പ്, ലിവിങ് ടുഗദറാണ് അതിനുള്ള പരിഹാരമെന്നൊക്കെ പുരോഗമന കാഴ്ചപ്പാടുള്ള ചെറുപ്പക്കാർ പറയുന്നത് കേൾക്കാം. കുടുംബത്തിൻ്റെ കെട്ടുപാടിൽ നിന്ന് രക്ഷപ്പെട്ട് പുതിയ സൗഹൃദങ്ങൾ തേടിപ്പോകുന്നവരും അവിടെ സ്വതന്ത്രമായ ജീവിതം സ്വപ്നം കാണുന്നവരുമുണ്ട്. എന്നാൽ ദാമ്പത്യത്തിലെ നിയമപരിരക്ഷ പോലും സ്ത്രീകൾക്ക് ലിവിങ് ടുഗദർ റിലേഷനിൽ കിട്ടാറുണ്ടോ? വിവാഹേതര ബന്ധങ്ങളിലും പെൺകുട്ടികളും യുവതികളുമാണ് ഇരകളാകപ്പെടുന്നത്. സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് ആൺസുഹൃത്തിനൊപ്പം ജീവിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന സ്ത്രീകൾക്ക് സംഭവിക്കുന്ന ദുർഗതി ആരെങ്കിലും തിരിച്ചറിയാറുണ്ടോ? തിരുവനന്തപുരം ആറ്റിങ്ങലിലെ ലോഡ്ജിൽ യുവതിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ ആൺസുഹൃത്തിലേക്കാണ് സംശയമുന നീളുന്നത്. എന്താണ് കഴിഞ്ഞ രാത്രി ആ ലോഡ്ജിൽ സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. തിരുവനന്തപുരം ആറ്റിങ്ങലിന് സമീപം മൂന്നുമുക്കിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടക്കുന്ന ലോഡ്ജ്. കാട് പിടിച്ച് ഒറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന 3 നില കെട്ടിടം. രാവിലെ 9 മണിയോടെ പോലീസും ആൾക്കൂട്ടവും എത്തിയതറിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടത് ലോഡ്ജിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ ഒരു യുവതിയെ. കോഴിക്കോട് സ്വദേശിനിയായ 40-കാരി അസ്മിനിയുടെ മരണത്തിൽ ആൺസുഹൃത്ത് കൊല്ലം ഓച്ചിറ സ്വദേശി ജോബി ജോർജ് സംശയമുനയിലാണ്. ഇതേ ലോഡ്ജിലെ ജീവനക്കാരനായ ജോബി കഴിഞ്ഞ രാത്രിയാണ് യുവതിയെ ഇവിടെ എത്തിച്ചത്. പുലർച്ചെ 4 മണിയോടെ ഇവിടെ നിന്നും രക്ഷപ്പെട്ട യുവാവിന് വേണ്ടി അന്വേഷണം ഊർജിതമാണ്. ഒരാഴ്ച മുൻപ് ലോഡ്ജിൽ പുതുതായി ജോലിക്കെത്തിയ കായംകുളം സ്വദേശി ജോബി ജോർജ് തന്റെ ഭാര്യയെന്ന് പരിചയപ്പെടുത്തിയാണ് അസ്മിനയെ ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെ ലോഡ്ജിലെത്തിച്ചത്. ലോഡ്ജിൽ ജോലിക്ക് കയറിയ സമയത്ത് ഇയാൾ ആധാർ കാർഡോ മറ്റു വിവരങ്ങളോ നൽകിയിരുന്നില്ല. അതുമായി ഭാര്യ വരുമെന്നാണ് ലോഡ്ജിൽ പറഞ്ഞിരുന്നത്. പുലർച്ചെ 4 മണിയോടെ ജോബി ലോഡ്ജിൽ നിന്ന് ആരോടും പറയാതെ പുറത്തേക്ക് പോയി. രാവിലെ സംശയം തോന്നിയ മറ്റു ജീവനക്കാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി മുറിയിൽ കയറി നോക്കുമ്പോഴാണ് യുവതിയെ കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് സ്റ്റാഫ്, ഈ ലോഡ്ജിലെ സ്റ്റാഫ് വന്ന മുറി തുറക്കാത്തതെന്ന് നോക്കുമ്പോൾ അവർക്ക് സംശയം തോന്നിയാണ് പോലീസിനെ വിളിച്ചത്. പോലീസ് വന്നിട്ടാണ് മുറി തുറന്നപ്പോൾ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. സ്ത്രീക്ക് പരിക്കുണ്ട്. അപ്പോൾ ഇവിടെ കൂടെ താമസിച്ചിരുന്ന ഒരു യുവാവ് ആണ് കൂടെ താമസിച്ചിരുന്നത്. ആ യുവാവ് രാവിലെ തന്നെ ഇവിടുന്ന് പോയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ബാക്കി കൂടുതൽ അന്വേഷണത്തിൽ നടക്കുള്ളൂ. പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെ നടക്കുന്നതാണ്. ആയതിനെ സംബന്ധിച്ച് ഈ സംശയമുള്ള ആളിനെയും മറ്റും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തലയ്ക്കും ചെറിയ മുറിവുകളുണ്ട്. മരണകാരണം ഏതാണെന്ന് നാളെ പോസ്റ്റ്മോർട്ടം പരിശോധന കഴിഞ്ഞാൽ അറിയാൻ പറ്റും. യുവാവ് ഇവിടെ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്ന യുവാവാണ്. യുവാവിനെ അന്വേഷിക്കുന്നുണ്ട്, തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അയാൾ കായംകുളം ഭാഗത്ത് താമസിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കോഴിക്കോട് സ്വദേശിനിയാണ് അസ്മിന. മുറിക്കുള്ളിൽ പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ടെന്നും യുവതിയുടെ കയ്യിൽ മുറിവുകൾ ഉണ്ടായിരുന്നതായും പോലീസ് പറഞ്ഞു. മുറിക്കുള്ളിൽ നിന്ന് പൊട്ടിയ മദ്യക്കുപ്പിയുടെ ഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ജോബി ലോഡ്ജിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് CCTV ദൃശ്യങ്ങളിലുണ്ട്. ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. സംഭവത്തിൽ ആറ്റിങ്ങൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു. പോസ്റ്റ്മോർട്ടത്തിലെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ആറ്റിങ്ങൽ. കേരളത്തിലെ ചില പ്രദേശങ്ങളിലൂടെ രാത്രി യാത്ര ചെയ്താൽ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നിരവധി പേരെ കാണാം. സ്വന്തമായി കിടപ്പാടം പോലും ഇല്ലാതെ കടത്തിണ്ണകളിൽ അന്തിയുറങ്ങുന്നവർ. അതിൽ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളുമുണ്ട്. ഇങ്ങനെയുള്ളവരുടെ ജീവൻ ആരാണ് സംരക്ഷണം ഒരുക്കേണ്ടത്? രാത്രി സമയങ്ങളിൽ മദ്യവും ലഹരിയും ഉപയോഗിച്ച് അക്രമം വിതയ്ക്കുന്നവർ സ്ത്രീകളെയും അതിക്രമത്തിന് ഇരകളാക്കാറുണ്ട്. കണ്ണൂർ പാറക്കണ്ടി ബെവറേജസ് ഔട്ട്ലെറ്റിന് സമീപം കടവരാന്തയിൽ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന് പോലീസ്. തോട്ടട സ്വദേശിനിയായ 50-കാരിയെ ചൊവ്വാഴ്ച രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേസിൽ നഗരത്തിലെ തെരുവുകളിൽ കഴിയുന്ന മലപ്പുറം സ്വദേശി ശശി അറസ്റ്റിലായി. ലൈംഗിക അതിക്രമത്തിനിടെയുള്ള കൊലപാതകമെന്ന് പോലീസ് പറയുന്നു.
ലൈംഗിക അതിക്രമത്തിനിടെ തലയ്ക്കുള്ളിൽ പരിക്കേറ്റതാണ് മരണകാരണം. പുറമേ മുറിവുകളില്ലെങ്കിലും ഇൻക്വസ്റ്റ് നടപടിയിൽ പോലീസിന് അസ്വാഭാവികത തോന്നിയിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ആന്തരിക അവയവത്തിന് ക്ഷതമേറ്റത് കണ്ടെത്തിയത്. മദ്യലഹരിയിലാണ് പ്രതി ശശി ലൈംഗിക അതിക്രമം നടത്തിയത്. സ്ത്രീ ബോധരഹിതയായിട്ടും പ്രതിക്ക് മനസ്സിലായില്ലെന്ന് പോലീസ് പറയുന്നു. പുറംലോകവുമായി അധികം ബന്ധമില്ലാത്ത ഇയാൾ പോലീസ് പിടിയിലായപ്പോഴാണ് സ്ത്രീ മരിച്ചതറിഞ്ഞത്. പാറക്കണ്ടി ബിവറേഴ്സിന് സമീപം തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. ചൊവ്വാഴ്ച രാവിലെയാണ് 50-കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രതിയും കൊല്ലപ്പെട്ട സ്ത്രീയും ഒരുമിച്ച് മദ്യപിക്കുന്നത് കണ്ടെന്ന സാക്ഷിയുടെ മൊഴിയാണ് അന്വേഷണം പ്രതിയിലേക്ക് എത്തിച്ചത്. നഗരത്തിൽ ആക്രശീകരിച്ച് ജീവിച്ചിരുന്ന ഇരുവരും രാത്രികാലങ്ങളിൽ കടവരാന്തയിലാണ് ഉറങ്ങിയിരുന്നത്. കണ്ണൂർ ടൗൺ SHO ശ്രീജിത്ത് കോടിയേരിയുടെ നേതൃത്വത്തിൽ SI ദീപ്തിയും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 കണ്ണൂർ. ആ ദിവസം നടന്ന സംഭവത്തെക്കുറിച്ച് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. സുഹൃത്തിനെ പട്ടിക കൊണ്ടടിച്ചതും അയാൾ കുഴഞ്ഞു വീണതും മനസ്സിലുണ്ട്. എന്നാൽ മരിക്കുമെന്ന് കരുതിയില്ല. എന്തിനാണ് ആക്രമിച്ചതെന്നും ഓർമ്മയില്ല. കൊല്ലം കടക്കലിൽ മദ്യലഹരിയിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതിയെ പിടികൂടിയെങ്കിലും പോലീസിന് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ പലതുമുണ്ട്. തൃക്കണ്ണാപുരം സ്വദേശി ശശിയെ കൊലപ്പെടുത്തിയ കേസിൽ രാജുവിനെ കിളിമാനൂരിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് പോലീസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മദ്യലഹരിയിൽ കൃത്യം നടത്തിയതിനു ശേഷം ഒളിവിൽ പോയ രാജുവിനെ പിടികൂടി ചോദ്യം ചെയ്തെങ്കിലും കൊലപാതക കാരണം പോലീസിന് കണ്ടെത്താനായിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് രാജുവിന് പൂർണ്ണമായും ഓർത്തെടുക്കാൻ കഴിയാത്തതാണ് കാരണം. ഉറ്റ സുഹൃത്തുക്കളായിരുന്നു ശശിയും രാജുവും. കഴിഞ്ഞ ദിവസം ഇരുവരും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടെ തർക്കമുണ്ടാവുകയും അത് കയ്യാങ്കളിയിലേക്ക് മാറുകയുമായിരുന്നു. സമീപത്ത് അടുക്കി വെച്ചിരുന്ന പലക കഷ്ണങ്ങളിൽ ഒന്നെടുത്ത് രാജു ശശിയുടെ തലയ്ക്കടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. തുടർന്ന് രാജു ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ആക്രമണശേഷം രക്തം വാർന്നു കിടന്ന ശശിയെ ഉടൻ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മദ്യപാനത്തെ തുടർന്നുള്ള തർക്കമായിരുന്നു കൊലപാതക കാരണമെന്നാണ് നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയത്. രാജുവിന്റെ സുഹൃത്തിൽ നിന്ന് ലഭിച്ച നിർണായക വിവരങ്ങളാണ് പ്രതിയെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത്. കിളിമാനൂർ ചെങ്കിക്കുന്നിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന രാജുവിനെ കടക്കൽ സിയുടെ നേതൃത്വത്തിലാണ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് കടക്കൽ പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ സമരം നടക്കുന്ന സമയം മുഖംമൂടി ധരിച്ച് കയ്യിൽ പെട്രോളുമായി അവിടെ എത്തിയത് ആരായിരിക്കും? CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ആക്രമണം ആസൂത്രിതമെന്ന വാദം ബലപ്പെടുകയാണ്. പ്ലാന്റിനുള്ളിലും പുറത്തുമുള്ള വാഹനങ്ങൾ കത്തിച്ചതിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. തൊഴിലാളികളെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ കണ്ടെയ്നർ ലോറി തീവെച്ച് നശിപ്പിച്ചുവെന്നും മാരകായുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ചുവെന്നും FIR-ൽ പറയുന്നു. സംഭവത്തിൽ പുറത്തുനിന്നുള്ളവരുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തിയിട്ടുണ്ട്. DYFI നേതാവ് ഉൾപ്പെടെ 321 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ച സമയം മുതൽ സ്ഥാപനത്തിനെതിരെ സമരം നടക്കുന്നുവെങ്കിലും
ഇത്തരമൊരു പ്രകോപനം നാട്ടുകാരിൽ നിന്നും ഉണ്ടായിട്ടില്ലെന്ന് ഉടമകൾ പറയുന്നു. താൽക്കാലിക പ്രകോപനത്തിന് അപ്പുറം സ്ഥാപനം പൂർണ്ണമായി നശിപ്പിക്കുകയായിരുന്നു ആക്രമികളുടെ ലക്ഷ്യം. പിന്നിൽ വലിയ ആസൂത്രണം നടന്നിട്ടുണ്ട്. പോലീസിനെ പേടിയില്ലാത്ത സംഘമാണ് പിന്നിൽ. തൊഴിലാളികളെ ജീവനോടെ കൊന്നൊടുക്കി കലാപത്തിനായിരുന്നു ശ്രമം. കോഴിമാലിന്യം വേവിക്കുന്ന 3 കുക്കറുകൾ തകർക്കാനും ശ്രമം നടന്നു. കുക്കർ പൊട്ടിത്തെറിച്ചിരുന്നുവെങ്കിൽ വലിയ ദുരന്തമുണ്ടാകുമായിരുന്നുവെന്നും ഇവർ പറയുന്നു. നിയമമനുസരിച്ച് മാത്രമേ പ്ലാന്റ് പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നും മാനേജിംഗ് ഡയറക്ടർ കെ സുജീഷ് പ്രതികരിച്ചു. ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും, ജനങ്ങളുടെ സംശയങ്ങൾ നമ്മൾ കവർ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരു 7-8 മന്ത്സായിട്ട് ഒരു പുതിയ കമ്മിറ്റി വരികയും ആ കമ്മിറ്റിയിലെ ചില ആൾക്കാരുടെ സംരക്ഷിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യുമ്പം ഇവിടുത്തെ ആൾക്കാർക്ക് അത് ചെയ്യാനുള്ള ധൈര്യമില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ അവർ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കിത് നേരത്തെ കിട്ടുമായിരുന്നു. അപ്പോൾ ഇറ്റ്സ് എ പ്ലാൻഡ് ക്രൈം, പ്ലാൻഡ് വെൽ എക്സിക്യൂട്ടഡ് ക്രൈം, അങ്ങനെയൊക്കെ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 100% എന്തൊക്കെ ടെക്നോളജികൾ ഉപയോഗിക്കാൻ പറ്റും ആ ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് പൈലറ്റ് പ്ലാന്റ് ആയിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് വിരുദ്ധ സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിന്റെ കൂടുതൽ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. മുഖം മറച്ചാണ് ആക്രമികൾ എത്തിയത്. ഭീതിപ്പെടുത്തുന്ന ആക്രമണമാണ് നടന്നതെന്ന് പ്ലാന്റിലെ തൊഴിലാളികൾ പറഞ്ഞു. പെട്രോളുമായി എത്തിയ സംഘം വാഹനങ്ങൾക്ക് തീയിടുകയും ഫാക്ടറി കത്തിക്കുകയും ചെയ്തു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റാനെത്തിയ ആംബുലൻസ് കടത്തിവിട്ടില്ലെന്നും തൊഴിലാളികൾ പറയുന്നു. ഒരു കാലത്ത് ഇവിടുത്തെ തൊഴിലാളികളായിരുന്നു. അപ്പം ഞാൻ അവരെ കണ്ട് ഞാൻ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്താന്ന്. അപ്പം ശരീരം അടിക്കുകയോ പിടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ കാര്യങ്ങൾ പറയണം, ഞങ്ങൾ ഇവിടുന്ന് പോയി തരാം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും പോലെ അത് തന്നെയാണ് ചെയ്ത്. ഇപ്പോൾ കണ്ടില്ല, എൻ്റെ ഒരു ജീവന മാർഗ്ഗമാണ് ഓട്ടോറിക്ഷയായിരുന്നു, അതും തല്ലിപ്പൊളിച്ച് അതും തീയിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലുള്ളവരുള്ള എല്ലാ ആൾക്കാരും ഇവിടെ പണിയെടുത്തവരാണ്. 90% ആൾക്കാരും ഇവിടെ പണിയെടുത്തവരുള്ളതായിരുന്നു. അതാണ് ഇന്നലെ ഉണ്ടായ സംഭവം മുഴുവനും. കണ്ടെയ്നറിൻ്റെ അകത്ത് കയറ്റിയിട്ട് കണ്ടെയ്നർ ലോക്ക് ചെയ്തിട്ട് വണ്ടിക്ക് തീടുകയാണ് ഉണ്ടായത്. എന്നിട്ട് ആംബുലൻസ് വന്നിട്ടാണ് അവരെ കൊണ്ടുപോയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്രഷ് കട്ടിലെ അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപണവുമായി രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തി. ഇന്നത്തെ സമരത്തിലല്ല, ഞങ്ങൾ തുടങ്ങിയ കാലം മുതൽക്ക് സമരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സമരത്തിൽ പൂർണ്ണമായി UDF ഉണ്ട്. പക്ഷേ ഇന്നത്തെ സമരം മാത്രമല്ലല്ലോ, 2019 സമരമല്ലേ. ആ സമരം ചോരയിൽ മുക്കിക്കൊന്നും ഈ സമരത്തെ പൂർണ്ണമായും അടിച്ചമർത്താനാണ് ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അത് നടക്കില്ല. ജനങ്ങൾക്ക് ഈ രാജ്യത്ത് ശുദ്ധവായു കിട്ടണം, അവർക്ക് നല്ല വെള്ളം കുടിക്കണം, അവർക്ക് ജീവിക്കണം. അതിജീവനത്തിനുള്ള ഒരു പോരാട്ടമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സമരത്തിലല്ല, ഞങ്ങൾ തുടങ്ങിയ കാലം മുതൽക്ക് സമരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സമരത്തിൽ പൂർണ്ണമായി UDF ഉണ്ട്. പക്ഷേ ഇന്നത്തെ സമരം മാത്രമല്ലല്ലോ, 2019 സമരമല്ലേ. ആ സമരം ചോരയിൽ മുക്കിക്കൊന്നും ഈ സമരത്തെ പൂർണ്ണമായും അടിച്ചമർത്താനാണ് ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അത് നടക്കില്ല. ജനങ്ങൾക്ക് ഈ രാജ്യത്ത് ശുദ്ധവായു കിട്ടണം, അവർക്ക് നല്ല വെള്ളം കുടിക്കണം, അവർക്ക് ജീവിക്കണം. അതിജീവനത്തിനുള്ള ഒരു പോരാട്ടമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രഷ് കട്ടിൽ നടന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് DYFI താമരശ്ശേരി ബ്ലോക്ക് സെക്രട്ടറിയും കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ T മെഹ്റൂഫ് ഉൾപ്പെടെ 321 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. 2 FIRകളിൽ മെഹ്റൂഫാണ് 1ാം പ്രതി. കലാപം, വഴിതടയൽ, അന്യായമായി സംഘം ചേരൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. പ്രതികളെ പിടികൂടാൻ പോലീസ് വ്യാപക തെരച്ചിലാണ് നടത്തുന്നത്. കണ്ണൂർ റേഞ്ച് DIG സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ചൊവ്വാഴ്ച രാവിലെ മുതൽ പ്ലാന്റിന് മുന്നിൽ നടന്ന ഉപരോധ സമരമാണ് രാത്രിയോടെ സംഘർഷത്തിൽ കലാശിച്ചത്. കോഴിക്കോട് റൂറൽ SP ഉൾപ്പെടെ 16 പോലീസുകാർക്കും നിരവധി നാട്ടുകാർക്കും പരിക്കേറ്റിരുന്നു. പ്രതികൾക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയതോടെ സമരസമിതി നേതാക്കളടക്കം ഒളിവിലാണ്. കോഴിക്കോട്. കർണാടകയിലും തമിഴ്നാട്ടിലുമൊക്കെ കൊടും കുറ്റവാളികളെയും ലഹരി മാഫിയ സംഘത്തിൽപ്പെട്ടവരെയും പോലീസ് വെടിവെച്ച് പിടികൂടുന്ന സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ കന്നുകാലി കടത്തിൻ്റെ പേരിൽ പോലും അതിക്രമം കാട്ടുന്ന പോലീസുകാരുണ്ട് കർണാടകയിൽ. കേരള അതിർത്തിയിലെ ഈശ്വരമംഗലയിലാണ് അനധികൃത കന്നുകാലി കടത്ത് ആരോപിച്ച് മലയാളിയായ ഡ്രൈവർക്ക് നേരെ പോലീസ് വെടിയുതിർത്തത്. കന്നുകാലികളുമായി പോയ ലോറി ഡ്രൈവർ കാസർഗോഡ് സ്വദേശി അബ്ദുള്ളയ്ക്ക് കാലിന് വെടിയേറ്റു. ഇയാളെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കൂടെ ഉണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടതായി പോലീസ് പറയുന്നു. ദക്ഷിണ കന്നഡ ജില്ലയിലെ പുത്തൂർ ഈശ്വരമംഗലത്താണ് നാടകീയ സംഭവം അരങ്ങേറിയത്. അനധികൃത കന്നുകാലി കടത്താരോപിച്ച് മലയാളിയായ ഡ്രൈവർക്ക് നേരെ കർണാടക പോലീസ് വെടിവെച്ചു.
പുത്തൂർ റൂറൽ പോലീസാണ് വെടിവെച്ചത്. കൈ കാണിച്ചിട്ടും നിർത്താതെ പോയ ലോറി 10 കിലോമീറ്റർ പിന്തുടർന്ന പോലീസ് 2 റൗണ്ട് വെടിയുതിർക്കുകയായിരുന്നു. ഒരു വെടിയുണ്ട വാഹനത്തിലും തറച്ചു. പരിക്കേറ്റ ഡ്രൈവർ കാസർഗോഡ് സ്വദേശി അബ്ദുള്ളയെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ കാലിനാണ് വെടിയേറ്റത്. കൂടെയുണ്ടായിരുന്ന ആൾ ഓടി രക്ഷപ്പെട്ടു. അമിത വേഗതയിൽ പോയ വാഹനം പോലീസ് ജീപ്പിൽ ഇടിക്കുകയും ചെയ്തു. കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് 10ഓളം കന്നുകാലികളെ കടത്തിക്കൊണ്ടുവരികയായിരുന്നു ഇയാൾ. ബെല്ലാരെ പോലീസ് സ്റ്റേഷനിൽ അബ്ദുള്ളക്കെതിരെ ഗോവധ നിയമപ്രകാരം കേസ് നിലവിലുണ്ട്. ന്യൂസ് 18 മംഗളൂരു. കൊല്ലം പത്തനാപുരത്തെ SIയുടെ വാട്സാപ്പിൽ നിന്ന് രാവിലെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും സന്ദേശം. അടിയന്തരമായി 35,000 രൂപ വേണം, 2 മണിക്കൂറിനുള്ളിൽ തിരിച്ചു തരാം. നാട്ടിലെ SI അല്ലേ ചോദിച്ചത്, കൊടുക്കാതിരുന്നാൽ പണിയാകുമോ? എങ്കിലും സംശയം തോന്നിയ ചിലർ SI ഫൈസലിനെ ബന്ധപ്പെട്ടു. അപ്പോഴാണ് തൻ്റെ ഫേസ്ബുക്ക് വാട്സാപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്തതായി ഫൈസൽ അറിയുന്നത്. ആർക്കും പണം നഷ്ടപ്പെട്ടതായി വിവരമില്ല. എന്നാൽ ഒരു പോലീസുകാരൻ്റെ പോലും ഫോൺ ഹാക്ക് ചെയ്തത് അതീവ ഗൗരവത്തോടെയാണ് കാണേണ്ടത്. രാവിലെ 11 മണിയോടുകൂടിയാണ് പത്തനാപുരം പോലീസ് സ്റ്റേഷനിലെ SI ഫൈസലിന്റെ ഫേസ്ബുക്ക് വാട്സപ്പ് അക്കൗണ്ടുകളിൽ നിന്ന് സുഹൃത്തുക്കൾക്ക് സന്ദേശമെത്തിയത്. അടിയന്തരമായി 35,000 രൂപ അയച്ചു തരണമെന്നും 2 മണിക്കൂറിനകം തിരികെ നൽകുമെന്നും തന്റെ അക്കൗണ്ട് വഴി പണം അയക്കാൻ കഴിയുന്നില്ല എന്നുമായിരുന്നു സന്ദേശം. ഇത്തരത്തിൽ നിരവധി പേർക്കാണ് മെസ്സേജ് എത്തിയത്. ചിലർ ഗൂഗിൾ പേ നമ്പർ ചോദിച്ചുകൊണ്ട് തിരികെ മറുപടി നൽകി. സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ മൊബൈൽ ഫോണിൽ ഫൈസലുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. തുടർന്ന് പത്തനാപുരം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോഴാണ് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ട വിവരം SI ഫൈസലും അറിയുന്നത്. എൻ്റെ വാട്സപ്പ് അക്കൗണ്ട് ഏതോ വിധം ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതനുസരിച്ച് എൻ്റെ കോണ്ടാക്റ്റിലുള്ള സുഹൃത്തുക്കളും മറ്റ് ഗ്രൂപ്പുകളിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഈ ഹാക്ക് ചെയ്ത അക്കൗണ്ട് ഉപയോഗിച്ച് ഈ ആൾ പലരോടും പണം അയച്ചു തരുന്നതിനായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നതനുസരിച്ച് പണം അയച്ചു തരാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മെസ്സേജുകൾ ചെല്ലുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് പലരും വിളിക്കുന്നുണ്ട്. എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ വിളിക്കുന്നുണ്ട്, സുഹൃത്തുക്കൾ ഇങ്ങോട്ടുമൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പലപ്പോഴും ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ പോലും കഴിയാതിരിക്കാം. അപ്പോൾ വിവരം മനസ്സിലായ ഉടനെ തന്നെ കൊല്ലം റൂറൽ ജില്ലാ സൈബർ സെല്ലിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. അവിടുന്ന് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് വാട്സപ്പിനും നമ്മൾ അതിൻ്റെ പ്രൊഫോമ പ്രകാരം മെയിൽ അയച്ചിട്ടുണ്ട്, റിക്വസ്റ്റ് മെയിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരമുള്ള ഈ മെസ്സേജ് ആരും കണ്ടാൽ അത് വിശ്വസിക്കാതിരിക്കുക. ഉടൻ തന്നെ പത്തനാപുരം പോലീസ് സൈബർ സെല്ലുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിച്ചു. പണം നഷ്ടപ്പെട്ടതായി ആരും ഇതുവരെ പരാതി നൽകിയിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരിൽ പോലും പണം തട്ടാൻ ശ്രമിച്ച സംഭവം വളരെ ഗൗരവത്തോടു കൂടിയാണ് പോലീസ് അന്വേഷിക്കുന്നത്. ന്യൂസ് 18 പുനലൂർ. ഓൺലൈൻ തട്ടിപ്പുകാർ വ്യക്തികളെ മാത്രമല്ല കബളിപ്പിക്കുന്നത്, ചില ബാങ്കുകളും ചതിക്കപ്പെടുന്നുണ്ട്. കൊച്ചിയിലെ ഫെഡറൽ ബാങ്കിൽ നിന്ന് 27 കോടി രൂപ തട്ടിയെടുത്തത് അതിവിദഗ്ധമായിട്ടാണ്. ബാങ്കിൻ്റെ ആപ്പ് വഴി ലോണുകൾ തരപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ്. അതിനായി അക്കൗണ്ട് ഉടമകളുടെ വിവരങ്ങൾ ശേഖരിച്ച് വ്യാജ പാൻ കാർഡ് ഉണ്ടാക്കും. പിന്നീട് ലോണിന് അപേക്ഷിച്ച് വൻതുക സ്വന്തമാക്കുന്നതാണ് രീതി. 2023 എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതി പിടിയിലായി. തട്ടിപ്പിൻ്റെ മുഖ്യ സൂത്രധാരൻ ഷിറാജുൽ ഇസ്ലാമിനെ ക്രൈംബ്രാഞ്ച് അസമിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ഇതിന് പിന്നിൽ വൻ സംഘമുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. ഫെഡറൽ ബാങ്കിന്റെ തന്നെ ആപ്പ് വഴി ലോണുകൾ തരപ്പെടുത്തിയാണ് വൻതുക ഇവർ കൈക്കലാക്കിയത്. ഇതിനായി ആദ്യം മികച്ച സിബിൽ സ്കോറുള്ള ആളുകളുടെ വ്യക്തിഗത വിവരങ്ങളടക്കം ചോർത്തും. ഇവരുടെ പാൻ കാർഡ് വിവരങ്ങൾ ശേഖരിച്ച ശേഷം വ്യാജ പാൻ കാർഡ് ഉണ്ടാക്കും. മേൽവിലാസം ശരിയായ രീതിയിൽ കൊടുക്കും. എന്നാൽ ഫോട്ടോ തട്ടിപ്പ് സംഘത്തിലെ ഒരാളുടേതാക്കും. ലോൺ കിട്ടണമെങ്കിൽ വീഡിയോ KYC ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതുണ്ട്. വീഡിയോ KYC പൂർത്തിയാക്കാൻ പാൻ കാർഡിലെ അതേ വ്യക്തി തന്നെ വീഡിയോയിൽ വരണം.
അതിനാണ് വ്യാജ പാൻ കാർഡ്. വീഡിയോ കോൾ വിളിക്കുമ്പോൾ തട്ടിപ്പ് സംഘത്തിലെ പാൻ കാർഡുടയാൾ ഇവർക്ക് മുന്നിലെത്തും. ഏതാണ്ട് 500-ലധികം പേരുടെ വിശദാംശങ്ങൾ ഇവർ ഈ രീതിയിൽ ശേഖരിക്കുകയും ലോൺ എടുക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. അസമിൽ തങ്ങി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ ഷിറാജുൽ ഇസ്ലാം ആണെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. അസമിൽ ആഡംബര വീടും കോഴിഫാമും ഉൾപ്പെടെ അത്യാഡംബര ജീവിതമാണ് ഇയാൾ നയിച്ചതെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. എറണാകുളം CJM കോടതിയിൽ ഹാജരാക്കിയ ഷിറാജുൽ ഇസ്ലാമിനെ റിമാൻഡ് ചെയ്തു. വൈകാതെ ഇയാൾക്കായി കസ്റ്റഡി അപേക്ഷ നൽകും. ചോദ്യം ചെയ്യലിൽ ഇയാളുടെ സംഘാംഗങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ക്രൈംബ്രാഞ്ച് എറണാകുളം റേഞ്ച് SP രാജേഷ് IPS, DYSP റോയ് V എന്നിവരുടെ നേതൃത്വത്തിൽ ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ രാജ്കുമാർ V, സബ് ഇൻസ്പെക്ടർ മനോജ് കുമാർ TD, സബ് ഇൻസ്പെക്ടർ ജിജിമോൻ തോമസ്, സിവിൽ പോലീസ് ഓഫീസർ ജോമോൻ P. ജോയ് എന്നിവരടങ്ങുന്ന സംഘത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത്. 2023 കൊച്ചി സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് പ്രതി പിടിയിലായിട്ടുള്ളത്. തട്ടിപ്പിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുകയായിരുന്നു. അന്വേഷണത്തിൽ അസം കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടന്നിരുന്നതായി കണ്ടെത്തിയത്. ന്യൂസ് 18 കൊച്ചി. കമ്മ്യൂണിസ്റ്റുകാർ വളരെ വിശാല കാഴ്ചപ്പാടും എല്ലാ മതങ്ങളെയും മനുഷ്യരെയും ഒരുപോലെ കാണുന്നവരുമെന്നൊക്കെയാണ് പൊതുവെ പറയുന്നത്. എന്നാൽ സ്വന്തം മക്കളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ കമ്മ്യൂണിസമൊക്കെ വീടിന് പുറത്തു നിർത്തും. കാസർഗോഡ് ഉദുമയിൽ വീട്ടുതടങ്കലിലാണെന്ന യുവതിയുടെ വെളിപ്പെടുത്തലോടെയാണ് CPM നേതാവിൻ്റെ തനി സ്വഭാവം മനസ്സിലായത്. കഴിഞ്ഞ ദിവസം സ്വന്തം പിതാവിനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് യുവതി ഉയർത്തിയത്. പിന്നാലെ വിശദീകരണവുമായി CPM പ്രാദേശിക നേതാവായ PV ഭാസ്കരൻ രംഗത്തെത്തി. മകളുടെ വീഡിയോ സന്ദേശം പുറത്തായതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും മകളുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനാണ് ഇതര മതസ്ഥനായ യുവാവിൻ്റെ ശ്രമമെന്നുമാണ് ആരോപണം. അതിനിടെ സംഭവത്തിൽ യുവതി ഔദ്യോഗികമായി പരാതി നൽകിയിട്ടില്ലെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. നരകതുല്യമായാണ് ഞാനിവിടെ ജീവിക്കുന്നത്. ഇവിടെ നിന്നും എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്. എന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ ഇവിടെ അർഹതയില്ല എനിക്ക്. മുസ്ലിം വിരോധം മൂത്ത് ഇവരെന്നെ തന്നെ കൊല്ലുമെന്ന നിലയിലാണ് എൻ്റെ വീട്ടുകാരുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോലീസ് സൂപ്രണ്ടിന് പരാതി കൊടുത്തിരുന്നു. ഇതുവരെയും അതിന് മുകളിൽ നടപടിയൊന്നും ആയിട്ടില്ല. എന്തുകൊണ്ട് അവർ നടപടി എടുക്കാൻ വൈകുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ അച്ഛൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ടായിരിക്കാം അവർ ഭയക്കുന്നുണ്ടാവും. വീട്ടുതടങ്കിലാണെന്ന ഉദുമയിലെ സംഗീത എന്ന യുവതിയുടെ വെളിപ്പെടുത്തലിൽ വിശദീകരണവുമായി കുടുംബം രംഗത്തെത്തി. മികച്ച ചികിത്സയാണ് മകൾക്ക് നൽകിയതെന്നും ഇതര മതസ്ഥനായ യുവാവുമായുള്ള വിവാഹബന്ധം എതിർത്തത് ഇയാൾക്ക് ഭാര്യയും മക്കളും ഉള്ളതിനാലാണെന്നും പിതാവും CPM നേതാവുമായ PV ഭാസ്കരൻ പറഞ്ഞു. സ്വഭാവ ദൂഷ്യമുള്ള ഈ യുവാവ് മകളുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനാണ് ശ്രമിക്കുന്നതെന്നും മകളുടെ വീഡിയോ സന്ദേശം പുറത്തായതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും PV ഭാസ്കരൻ ആരോപിച്ചു. വീട് വിറ്റിട്ടായാലും മകളെ അമേരിക്കയിൽ കൊണ്ടുപോയി ചികിത്സിക്കാനും തയ്യാറാണെന്നും ഭാസ്കരൻ പറയുന്നു. ഇതിനോടകം 50 ലക്ഷത്തോളം രൂപ ചികിത്സക്കായി ചിലവഴിച്ചു. ഇൻഷുറിൻ്റെ പൈസയാണ് അയാൾക്ക് ഒന്നാമത്തെ ലക്ഷ്യം. ആ ഇൻഷുർ പൈസ മേടിക്കാനുള്ള ശ്രമമാണ് അയാളെ ഭാഗത്തുനിന്നുള്ളത്. അപ്പോൾ അയാളെ ഭാര്യ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടുണ്ട്, നിങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങളെ മകളെ കൊടുത്തേണ്ട, എൻ്റെ ജീവിതം പോയിപ്പോയി, എൻ്റെ 2 കുട്ടികളും വളരെ ബുദ്ധിമുട്ട്, ഇത് സാമ്പത്തികമായിട്ടില്ലാതെ ഫാമിലിയാണ്, നിങ്ങൾ അതിന് സഹായിക്കണം എന്നുള്ള രീതിയിൽ കരഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് അവരും മാത്രമല്ല, പിന്നെ ഇതിന് മയക്കുമരുന്നിൻ്റെ കച്ചവടം കൊണ്ടുവന്നില്ല. എൻ്റെ മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പിന്നെ കുറച്ച് ആൾക്കാർ റോഡിൻ്റെ കരയിൽ തന്നെയാണ് വീട്. അത് നമ്മളെ പിന്നെ ചന്ദ്രിക ലേഖനറി അടുത്ത്. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്, ഇവന് ഒരു ചുട്ടി ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ അത്ര വലിയ നമ്മൾ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നില്ല ഫസ്റ്റ്. ആ പിന്നെ ആ ബിസിനസ് കൂടി ഇവനുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. കഴിഞ്ഞ ദിവസം വീഡിയോ സന്ദേശത്തിലൂടെയാണ് സംഗീത കുടുംബാംഗങ്ങൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. മറ്റൊരു മതത്തിൽപ്പെട്ടയാളെ വിവാഹം കഴിക്കാൻ അനുവദിക്കുന്നില്ലെന്നും തന്റെ പണം തട്ടിയെടുക്കാൻ പിതാവും സഹോദരനും ശ്രമിക്കുകയാണെന്നുമാണ് സംഗീതയുടെ ആരോപണം. വാഹനാപകടത്തിൽ പരിക്കേറ്റ സംഗീതയുടെ അരക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട നിലയിലാണ്.
വിവാഹമോചിതയായ സംഗീത 13 വയസ്സുള്ള മകനൊപ്പമാണ് കുടുംബ വീട്ടിൽ കഴിയുന്നത്. ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയുടെ പകർപ്പും ഇവർ പുറത്തുവിട്ടിരുന്നു. അതേസമയം ഔദ്യോഗികമായി പരാതി ലഭിച്ചിട്ടില്ലെന്ന് ജില്ലാ പോലീസ് മേധാവി വിജയഭാരത് റെഡ്ഡി വ്യക്തമാക്കി. യുവതിയുടെ കേസ് നേരത്തെ കോടതി പരിഗണിച്ചതാണെന്നും സംഗീതയ്ക്കും ഭാസ്കറിന്റെ കുടുംബത്തിനും സംരക്ഷണം നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്ത് മെമ്പറായിരുന്ന ഭാസ്കരൻ CPMന്റെ വിവിധ കമ്മിറ്റികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വിവിധ വ്യാപാര സ്ഥാപനങ്ങളുടെ ഉടമയാണ് ഭാസ്കരൻ. നരകതുല്യമായാണ് ഞാനിവിടെ ജീവിക്കുന്നത്. ഇവിടെ നിന്നും എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്. എന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ ഇവിടെ അർഹതയില്ല എനിക്ക്. മുസ്ലിം വിരോധം മൂത്ത് ഇവരെന്നെ തന്നെ കൊല്ലുമെന്ന നിലയിലാണ് എൻ്റെ വീട്ടുകാരുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോലീസ് സൂപ്രണ്ടിന് പരാതി കൊടുത്തിരുന്നു. ഇതുവരെയും അതിനു മുകളിൽ നടപടിയൊന്നും ആയിട്ടില്ല. എന്തുകൊണ്ട് അവർ നടപടി എടുക്കാൻ വൈകുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ അച്ഛൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ടായിരിക്കാം അവർ ഭയക്കുന്നുണ്ടാവുക. ന്യൂസ് 18 കാസർഗോഡ്. എറണാകുളം അങ്കമാലിയിൽ പെൺകുഞ്ഞ് ജനിച്ചതിൻ്റെ പേരിൽ യുവതി നേരിട്ടത് സമാനതകളില്ലാത്ത ക്രൂരതയാണ്. പ്രസവശേഷം 28ാം ദിവസം യുവതിയെ കട്ടിലിൽ നിന്ന് ഭർത്താവ് വലിച്ചു താഴെയിട്ടു. പണം ചോദിച്ച് പലതവണ മർദ്ദിച്ചു. കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അന്ധവിശ്വാസിയായ ഭർത്താവ് അസുഖം വന്നപ്പോൾ പോലും ആശുപത്രിയിൽ കൊണ്ടുപോയില്ല. പകരം പൂജകൾ നടത്തി. അങ്ങനെ സഹികെട്ടാണ് ഭർത്തൃവീട്ടിൽ നിന്നിറങ്ങി പോലീസിൽ പരാതി നൽകിയത്. കേസുമായി മുന്നോട്ടു പോകാനാണ് പുത്തൻകുരിശ് സ്വദേശിനിയായ യുവതിയുടെ തീരുമാനം. പെൺകുഞ്ഞ് ജനിച്ചതിൻ്റെ പേരിൽ ക്രൂരമായ മർദ്ദനത്തിനിരയായിരിക്കുകയാണ് എറണാകുളം പുത്തൻകുരിശ് സ്വദേശിനിയായ യുവതിയും കുടുംബവും ഇപ്പോൾ ഭർത്താവ് ഗിരീഷിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നിരന്തര പീഡനമാണ് പെൺകുഞ്ഞ് ജനിച്ചതുമായി ബന്ധപ്പെട്ട്. അത് നിരന്തരം ആരോപിച്ച് പെൺകുഞ്ഞായിപ്പോയത് കൊണ്ട് എന്നുള്ള കാരണം പറഞ്ഞു തന്നെ ആ സ്ത്രീയെ മർദ്ദിക്കുന്നത് നിരന്തരമായിരിക്കുകയാണ്. പല തവണയായി കുടുംബം ക്ഷമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെയും ഫലവത്തായില്ല എന്ന് വേണം പറയാൻ. വിവാഹം കഴിഞ്ഞ നാളുകളിലൊക്കെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് യുവതി പറയുന്നുണ്ട്. അതേസമയം ജനിച്ചത് പെൺകുട്ടിയായതുകൊണ്ട്, അതായത് ആൺകുഞ്ഞിനെ ആയിരുന്നു തനിക്ക് വേണ്ടിയിരുന്നത്, പെൺകുഞ്ഞായിപ്പോയതുകൊണ്ട് ഈ ചിലവുകളേറെയാണ്, അത് പറ്റില്ല. ആ ചിലവുകളൊക്കെ ഈ യുവതിയുടെ വീട്ടിൽ നിന്ന് വാങ്ങണം എന്ന് തന്നെയാണ് ഈ ഭർത്താവ് നിഷ്കർഷിക്കുന്നത്. പലതവണയായി സ്ത്രീധനത്തിൻ്റെ പേരിൽ മർദ്ദനമായി. പിന്നീട് അതുമാത്രമല്ല, ഈ യുവതി അപസ്മാരത്തിന് ചികിത്സയിലിരിക്കുന്ന യുവതിയാണ്. ഫിറ്റ്സ് വരുമ്പോഴൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോഴൊക്കെയും അതിൽ നിന്ന് ചിലവാകുന്ന പൈസ വീട്ടുകാരുടെ കയ്യിൽ നിന്നും ഈടാക്കുന്ന രീതിയാണ് ഭർത്താവ് ഗിരീഷിൻ്റേത്. എന്തായാലും അങ്കമാലി സ്വദേശി ആയ ഭർത്താവിനെതിരെ പെൺകുട്ടിയുടെ വീട്ടുകാരും പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അതിക്രൂര മർദ്ദനമാണ് തൻ്റെ നേരെ ഭർത്താവ് അതിക്രൂര മർദ്ദനത്തിനാണ് തന്നെ ഇരയാക്കിയിരിക്കുന്നതെന്ന് പെൺകുട്ടി ആവർത്തിച്ച് പറയുന്നു. അയാൾ എന്നെ വടിയും കൊണ്ട് അടിക്കും. തലയുടെ ഇവിടെ സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ആ സ്റ്റിച്ചിട്ട് തല ചോര ഒലിച്ച് ആശുപത്രിയിലൊക്കെ ആയിട്ട് ആയിരുന്നു. അതിൻ്റെ ബില്ലുണ്ടായിരുന്നു, അതെല്ലാം കത്തിച്ച് കളഞ്ഞു. പെൺകുട്ടി ജോലിക്ക് പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്ന സാഹചര്യമുണ്ട്. അതായത് BAയും TTCയും ഉള്ള പെൺകുട്ടിയാണ്. എന്തെങ്കിലും ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് താനെന്ന് പറഞ്ഞപ്പോഴും ഈ പെൺകുട്ടിക്ക് പറ്റിയ ജോലി വേശ്യാവൃത്തിയാണെന്ന് ഭർത്താവ് പറയുന്നത് അങ്ങേയറ്റം മാനസിക ബുദ്ധിമുട്ട് തനിക്ക് ഉണ്ടാക്കിയെന്നും പെൺകുട്ടി പറയുന്നുണ്ട്. എനിക്ക് ജോലിക്ക് പോകണമെന്നൊക്കെ ആഗ്രഹം പറയുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് വേശ്യാപ്പണിക്ക് പോണതാണ് ഇതായിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് എന്നെ അസഭ്യവാക്യങ്ങളും മറ്റുമൊക്കെ പറഞ്ഞ് ഇതാവും. അപ്പം അതുതന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമൊക്കെ ആവുമ്പോഴുണ്ട്. അതിനുശേഷവും പെൺകുട്ടിക്ക് പീരീഡ്സ് വൈകിയപ്പോൾ വീണ്ടും ഗർഭിണി ആവുകയാണോ എന്ന് ചോദിച്ച് ഭർത്താവ് വീണ്ടും പെൺകുട്ടിയെ മർദ്ദിക്കുന്ന സാഹചര്യവും നിരന്തരം ഉണ്ടായിട്ടുണ്ടെന്ന് പെൺകുട്ടിയുടെ വീട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമ്മൾ 14-ാം തീയതി പിന്നെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിന് മുമ്പ് രണ്ടാമത് പീരീഡ്സ് ആയില്ല. എല്ലാ മാസം പീരീഡ്സ് ആവണമാണ്. ആ പീരീഡ്സിന് ചിലപ്പോൾ ലേറ്റ് ആയിട്ടാണ് ആവാറ്. കഴിഞ്ഞ മാസം കുറച്ച് ലേറ്റ് ആയിട്ടാണ്, ഈ മാസം പീരീഡ്സ് ആയില്ല. അപ്പോൾ എന്താണ് പീരീഡ്സ് ആവാത്ത, എന്താണ് പീരീഡ്സ് ആവാത്ത ഈ വയറുമ്പോൾ പിടിച്ചിട്ട് അഡ്മിറ്റിലിട്ട് അതൊക്കെ ഏത് അച്ഛനും അമ്മയും സഹിക്കണേ.
പലതവണയായി നിരന്തര പീഡനത്തിനിരയായ ശേഷമാണ് പെൺകുട്ടിയും വീട്ടുകാരും പോലീസിൽ പരാതി നൽകിയതും. എന്തായാലും അങ്കമാലി പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഭർത്താവ് ഗിരീഷിനെ വിളിച്ച് മൊഴിയെടുത്തിട്ടുണ്ട്. എന്തായാലും ഗിരീഷ് നിലവിൽ സ്ഥലത്തില്ല, ഒളിവിലാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്നിരുന്നാലും കേസുമായി മുന്നോട്ട് പോവുക തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോലിക്കും പഠനത്തിനുമായി നിരവധി പേരെത്തുന്ന നഗരമാണ് ബംഗളൂരു. എന്നാൽ ഇക്കാട് പുതിയ കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കിയത്. കൊൽക്കത്ത സ്വദേശിനിയായ 30-കാരിയെ പീഡിപ്പിച്ച കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാണ്. സലൂൺ ജീവനക്കാരിയായ കൊൽക്കത്ത സ്വദേശിനിയാണ് 3 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്തത്. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം. വീട്ടിൽ അതിക്രമിച്ചു കയറിയ 5-അംഗ സംഘം യുവതിയെ ഭീഷണിപ്പെടുത്തുകയും പണവും ആഭരണങ്ങളും നൽകാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. യുവതി വിസമ്മതിച്ചതോടെ സംഘത്തിലെ 3 പേർ ചേർന്ന് ആക്രമിക്കുകയും ബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്തു. മറ്റ് 2 പേർ ഈ സമയം കാവൽ നിന്നു. യുവതിയിൽ നിന്ന് വിവരമറിഞ്ഞ പോലീസ് സ്ഥലത്തെത്തി ഇവരെ പിടികൂടുകയായിരുന്നു. മുഖ്യപ്രതികളായ 3 പേരും ഓടി രക്ഷപ്പെട്ടു. ഇവർക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. യുവതിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു യുവതി. അയൽവാസിയായ സ്ത്രീയും ഇവരുമായി തർക്കം നിലനിന്നിരുന്നു. സംഭവത്തിന് ഇതുമായി ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 ബംഗളൂരു. നിങ്ങളുടെ വീടിന്റെ മുറ്റത്തൊരു പാമ്പ്. ആരെങ്കിലും ഇങ്ങനെ വന്ന് പറഞ്ഞാൽ ഓടി പുറത്തിറങ്ങാൻ വരട്ടെ. നിങ്ങളുടെ വീട്ടിൽ ഒരു അപരിചിതൻ എത്തിയാൽ തനിച്ചാണെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ. എറണാകുളം കോതമംഗലം പുതുപ്പാടിയിൽ വയോധികയെ വീട്ടുമുറ്റത്തേക്ക് വിളിച്ചിറക്കി സ്വർണ്ണമാല പൊട്ടിച്ചത് ഇതര സംസ്ഥാനക്കാരനാണ്. വീടിന് സമീപം പാമ്പിനെ കണ്ടുവെന്ന് പറഞ്ഞെത്തിയാണ് പശ്ചിമ ബംഗാൾ സ്വദേശി ഹസ്മത്ത് കവർച്ച നടത്തിയത്. ആക്രമണത്തിൽ പരിക്കേറ്റ പുതുപ്പാടി സ്വദേശിനി ഏലിയാമ്മ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കേസിൽ പ്രതി ഹസ്മത്തിനെ കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കോതമംഗലം പുതുപ്പാടി സ്കൂളിന് സമീപം വാഴാട്ടിൽ ഏലിയാമ്മ എന്ന 82-കാരിയുടെ 1.5 പവന്റെ സ്വർണ്ണമാലയാണ് ചൊവ്വാഴ്ച വൈകിട്ട് കവർന്നത്. വീടിന് സമീപം പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞ് ഏലിയാമ്മയെ വീട്ടുമുറ്റത്തേക്ക് വിളിച്ചിറക്കിയാണ് പ്രതി സ്വർണ്ണമാല പൊട്ടിച്ചു കടന്നത്. മുറ്റത്തെ ടൈലിൽ വീണ വയോധികയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇവരുടെ നിലവിളി കേട്ട് ആളുകൾ ഓടിയെത്തിയെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താനായില്ല. വീട്ടിലെ CCTVയിൽ സംഭവത്തിന്റെ ദൃശ്യം പതിഞ്ഞിരുന്നു. പോലീസ് എത്തി CCTV പരിശോധിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ പിടികൂടി. മൂവാറ്റുപുഴ ഭാഗത്തു നിന്നാണ് പ്രതി പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി ഹസ്മത്തിനെ പിടികൂടിയത്. ഇയാളെ പോലീസ് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. ഏലിയാമ്മയുടെ പരുക്ക് ഗുരുതരമാണ്. ഇടുപ്പലിന് പരിക്കേറ്റ ഇവർക്ക് ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ടെന്ന് മകൾ ചിന്നമ്മ ജോസ് പറഞ്ഞു. അമ്മയുടെ ശബ്ദം കേട്ട് പുറത്തു വന്നപ്പോഴത്തേക്കും പ്രതി ഓടി ഒളിച്ചു. അമ്മയ്ക്ക് നന്നായിട്ട് പറ്റി. നടു തല്ലിയ വീണത്. ഇപ്പോൾ ഇടുപ്പല്ലിന് പൊട്ടലുണ്ട്. ഡോക്ടർ ഓപ്പറേഷനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കോതമംഗലം ധർമ്മേരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഞാനും അമ്മയും ഉണ്ടായിരുന്നു. ഞാൻ അകത്തായിരുന്നു, അമ്മ പുറത്ത് സിറ്റ് ഔട്ടിലായിരുന്നു. അപ്പോൾ 1.5 പവൻ തൂക്കമുള്ള മാലയാണ്. ഇൻസ്പെക്ടർ PT ബിജോയ്, സബ് ഇൻസ്പെക്ടർ ആൽബിൻ സണ്ണി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ കോതമംഗലം കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 കോതമംഗലം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം പരമാവധി തെളിവുകളും രേഖകളും പിടിച്ചെടുക്കുകയാണ്. അതിനുശേഷം ഗൂഢാലോചനക്കാരെ ഒന്നൊന്നായി കൂട്ടണം.
സ്വർണ്ണപ്പാളി വിവാദത്തിൽ കൂടുതൽ ദേവസ്വം ബോർഡ് രേഖകൾ പിടിച്ചെടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് സഹായി അനന്തസുബ്രഹ്മണ്യം ക്രൈംബ്രാഞ്ച് സംഘത്തിന് മൊഴി നൽകിയതായും സൂചനയുണ്ട്. അതിനിടെ ഇടക്കാല വിധിയിലെ പരാമർശം നീക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഹൈക്കോടതിയെ സമീപിക്കും. സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ നിലവിലെ പ്രസിഡന്റ് നിർദ്ദേശിച്ചുവെന്ന കോടതിയുടെ പരാമർശം സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും പ്രതിരോധത്തിലാക്കിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ ദേവസ്വം ബോർഡിനെ അടക്കം സംശയനിഴലിൽ നിർത്തുന്നതായിരുന്നു ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. സംഭവത്തിലെ ഗൂഢാലോചനയടക്കം അന്വേഷിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. കോടതിയുടെ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ദേവസ്വം നിയമങ്ങൾ മാനുവൽ ലംഘിച്ച് ഹൈക്കോടതിയുടെ വിധിയെ ലംഘിച്ചാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഈ ദ്വാരപാലക ശില്പവും ബാക്കി കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുപോയത്. വലിയ സ്വർണ്ണ കവർച്ചയാണ് ശബരിമലയിൽ നടന്നത് എന്ന് ഹൈക്കോടതി അടിവരയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും പങ്കുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അടിയന്തരമായി ദേവസ്വം മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡിനെ പുറത്താക്കണം, ചവിട്ടി പുറത്താക്കണം. അതിനിടെ ഇടക്കാല വിധിയിലെ പരാമർശം നീക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഹൈക്കോടതിയെ സമീപിക്കും. സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ നിലവിലെ പ്രസിഡന്റ് നിർദ്ദേശിച്ചു എന്ന പരാമർശം നീക്കാനാണ് ശ്രമം. ഞാൻ പറഞ്ഞ് അയാളുടെ ഇടപെട്ടതിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ കൊടുത്തുവിട്ടു എന്നാണ് ഒരു പരാമർശമായി വന്നിരിക്കുന്നത്. അത് ദൗർഭാഗ്യകരമാണ്. അത് ഈ കോടതി അതിലൊരു ചെറിയ തെറ്റുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞങ്ങൾ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിന്ന് കോടതിയെ സമീപിക്കും. അതായത് കൊടുത്തുവിട്ടു അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ കൊടുത്തുവിട്ടത് കൃത്യമായ പ്രൊസീജിയർ പാലിച്ചല്ലേ കൊടുത്തുവിട്ടിരിക്കുന്നത്. ഈ 4 ഉത്തരവുകളും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയോ അദ്ദേഹത്തിന്റെ സഹായികളെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥ ബന്ധത്തെയോ സഹായിക്കുന്ന ഒരു വരിയോ ഒരു വാക്കോ അതിലുണ്ടോ എന്നും പരിശോധിക്കും. അത് ഞങ്ങൾ കോടതിയെ ബോധ്യപ്പെട്ടു. ഞങ്ങൾ സ്റ്റാൻഡിംഗ് കൗൺസിൽ വഴി 2019 സ്വർണ്ണപ്പാളികളും കട്ടിളയും കൈമാറാൻ തീരുമാനിച്ച ദേവസ്വം മിനിറ്റ്സ് ബുക്ക് SIT പിടിച്ചെടുത്തു. രേഖകൾ കൈമാറുന്നതിൽ ബോർഡിന് വൈമുഖ്യമുണ്ടെന്നും നിരവധി തവണ ആവശ്യപ്പെടുമ്പോഴാണ് രേഖകൾ കൈമാറിയതെന്നും SIT വ്യക്തമാക്കുന്നു. കവർച്ച മറയ്ക്കാൻ ഇപ്പോഴത്തെ ബോർഡും ശ്രമിച്ചെന്ന നിഗമനത്തിലേക്ക് കോടതി എത്തിയതോടെ ദേവസ്വവും സർക്കാരും പ്രതിരോധത്തിലാണ്. ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാളികളിലും മാത്രമായി അന്വേഷണം ഒതുക്കരുതെന്നും പിന്നിലുള്ള വൻ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും കോടതി നിർദ്ദേശിച്ചതോടെ അന്വേഷണം ഊർജിതമാക്കുകയാണ് SIT. കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യലും തുടരുകയാണ്. ഈ മാസം 30 വരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി. അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് സഹായി അനന്തസുബ്രഹ്മണ്യം പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതായും സൂചനയുണ്ട്. കേസിൽ പ്രതി ചേർത്ത ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലും വരും ദിവസങ്ങളിൽ നടക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മലപ്പുറത്ത് ബുള്ളറ്റ് ബൈക്കിൽ നിന്ന് ബാറ്ററി അഴിച്ചെടുത്ത് പട്ടാപ്പകൽ അതിവിദഗ്ധ മോഷണം. കുറ്റിപ്പുറം ടൗണിൽ കടയ്ക്ക് മുന്നിൽ വെച്ചിരുന്ന ബൈക്കിൽ നിന്നാണ് യുവാവ് ബാറ്ററി അഴിച്ചെടുത്തത്. മോഷ്ടാവിൻ്റെയും അയാൾ സഞ്ചരിച്ച ബൈക്കിൻ്റെയും ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞു. ബൈക്കുടമ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. യുവാവ് സഞ്ചരിച്ച വാഹനത്തിൻ്റെ നമ്പർ വ്യാജമെന്നാണ് സംശയം. കുറ്റിപ്പുറം ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം പട്ടാപ്പകലാണ് സംഭവം. കടയ്ക്ക് മുന്നിൽ വെച്ചിരുന്ന ബുള്ളറ്റ് ബൈക്കിൽ നിന്നാണ് നട്ടുച്ചയ്ക്ക് യുവാവ് ബാറ്ററി മോഷ്ടിച്ച് കടന്നു കളഞ്ഞത്. കുറ്റിപ്പുറം ടൗണിലെ മിൽമ ബൂത്തിന് സമീപത്തെ കടയ്ക്ക് മുന്നിൽ വെച്ചിരിക്കുകയായിരുന്നു ബുള്ളറ്റ്. 25-നും 30-നും ഇടയിൽ പ്രായം തോന്നിക്കുന്ന യുവാവ് ബൈക്കിൽ വന്നിരുന്ന ശേഷം വിദഗ്ധമായി ബാറ്ററി അഴിച്ചെടുക്കുകയായിരുന്നു. നീല ജീൻസും കറുത്ത ടീഷർട്ടും ധരിച്ച യുവാവാണ് മോഷണം നടത്തിയത്. മോഷണത്തിന്റെ ദൃശ്യം CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്.
KL 57J 747 നമ്പറിലുള്ള ബുള്ളറ്റിൽ നിന്നാണ് ബാറ്ററി മോഷ്ടിക്കപ്പെട്ടത്. മോഷ്ടിച്ച ബാറ്ററി മോഷ്ടാവ് താൻ സഞ്ചരിച്ച ബൈക്കിന്റെ ടാങ്ക് കവറിൽ വെച്ച ശേഷം ബൈക്ക് എടുത്ത് പോവുകയും ചെയ്തു. KL 55-ൽ 5039 നമ്പറിലുള്ള ഹീറോ ഗ്ലാമർ ബൈക്കിലാണ് മോഷ്ടാവ് രക്ഷപ്പെട്ടത്. ഈ നമ്പർ വ്യാജമാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. മലപ്പുറം താനൂരിലെ ലോഡ്ജിൽ പകലും രാത്രിയും യുവാക്കൾ വന്നു പോകുന്നു. ആരും അധികം സമയം അവിടെ ചെലവഴിക്കുന്നുമില്ല. ഇങ്ങനെ സംശയം തോന്നിയാണ് താനൂർ പോലീസ് ലോഡ്ജിലെത്തിയത്. മുറി പരിശോധിച്ചപ്പോൾ വൻ MDMA ശേഖരം. കേബൂര സ്വദേശി ഹസ്കർ ലോഡ്ജിൽ മുറിയെടുത്ത് MDMA വിൽക്കുകയായിരുന്നുവെന്നാണ് വിവരം. കേസിൽ യുവാവിനെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുമായി ബന്ധമുള്ള ലഹരി സംഘങ്ങളെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. താനൂരിൽ സ്വകാര്യ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ച് ലഹരി വിൽപ്പന നടത്തുന്നതിനിടയിലാണ് താനൂർ സ്വദേശിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. താനൂർ കെപുരം താമരക്കുളം സ്വദേശി ചെറുപുരക്കൽ ഹസ്കർ എന്ന 37-കാരനെയാണ് താനൂർ പോലീസ് പിടികൂടിയത്. ഇയാളിൽ നിന്ന് 2.58 ഗ്രാം MDMAയും പിടിച്ചെടുത്തു. താനൂർ ജംഗ്ഷനിൽ നിന്ന് ബീച്ച് റോഡിലുള്ള KV ടൂറിസ്റ്റ് ഹോം എന്ന ലോഡ്ജിൽ പ്രതി MDMA വിൽപ്പനയ്ക്കായി എത്തിയിട്ടുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഇയാളുമായി ബന്ധമുള്ള ലഹരി സംഘങ്ങളെക്കുറിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ന്യൂസ് 18 തിരൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പെരുമ്പാവൂരിൽ ജോലി ചെയ്തിരുന്ന പെട്രോൾ പമ്പിൽ നിന്ന് പണവുമായി മുങ്ങിയ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒഡീഷ സ്വദേശികളായ ബിഷ്ണു നായിക്, സാമുവൽ നായിക് എന്നിവരാണ് പിടിയിലായത്. അല്ലപ്രയിലെ ഡയമണ്ട് ഫ്യൂവൽസ് എന്ന പെട്രോൾ പമ്പിൽ നിന്ന് കഴിഞ്ഞ 12-ാം തീയതിയിലെ കളക്ഷൻ തുകയായ 55,500 രൂപയുമായാണ് പ്രതികൾ മുങ്ങിയത്. മൈസൂരുവിൽ അന്ധവിശ്വാസം ചോദ്യം ചെയ്ത ഭാര്യയെ ഭർത്താവ് തലക്കടിച്ചു കൊന്ന കുഴൽക്കിണറിലിട്ട് മൂടി. ചിക്കമംഗളൂരു സ്വദേശിയായ വിജയാണ് ഭാര്യ ഭാരതിയെ കൊലപ്പെടുത്തിയത്. വിജയെയും മാതാപിതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. 2 ആഴ്ച മുൻപ് കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് 2 +1 വിദ്യാർത്ഥികളെ കാണാതായ സംഭവം ആശങ്കപ്പെടുത്തുന്നതാണ്. അവർ തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ ബംഗളൂരുവിൽ പോയി എന്ന് മാത്രമാണ് ആദ്യം പറഞ്ഞത്. എന്നാൽ തുടർച്ചയായുള്ള കൗൺസിലിംഗിൽ ഇതിലൊരു കുട്ടിക്ക് ഓൺലൈൻ വാതുവെപ്പിൽ 2.5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. ഇതേക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തുമ്പോൾ താമരശ്ശേരിയിൽ വീണ്ടും സമാന സംഭവം ആവർത്തിക്കുന്നു. വിശദമായി അന്വേഷിച്ചപ്പോഴാണ് കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ചുള്ള ഓൺലൈൻ വാതുവെപ്പ് സംഘത്തെക്കുറിച്ച് സൂചന ലഭിച്ചത്. ഇതിൻ്റെ ഇരകളെല്ലാം വിദ്യാർത്ഥികളാണ്. വാതുവെപ്പിൽ പണം നഷ്ടപ്പെട്ടതോടെ ഭീഷണി കാരണം പലരും നാടുവിട്ടെന്നാണ് വിവരം. കുട്ടികൾക്ക് വാതുവെപ്പ് നടത്താൻ എവിടെ നിന്ന് പണം കിട്ടി? പിന്നിൽ ലഹരി മാഫിയയുടെ ഇടപെടലുണ്ടോ? പോലീസ് അതീവ ഗൗരവമായി അന്വേഷിക്കേണ്ട സംഭവങ്ങളാണിത്. മക്കളുടെ മേൽ മാതാപിതാക്കളുടെ ശ്രദ്ധയില്ലെങ്കിൽ കുട്ടികളുടെ ജീവിതം അപകടത്തിലാകാം. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകും. നമസ്കാരം.